സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശിക്ഷണം കിട്ടിയ സ്വഹാബ വനിതകളാണത്. ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു, നടത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ പോലും എന്റെ ഭാര്യയാണെന്ന നിലക്ക് പരസ്യമായി നീ നിന്റെ ഭാര്യയുമായി നടന്നിട്ടുള്ള കാര്യങ്ങളെ പുറത്തു പറയരുതെന്ന് പഠിപ്പിച്ചതാണ് ഇസ്ലാം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പഠിപ്പിച്ചത്. എന്ത്? വിവാഹിതരായ ദമ്പതികളോട്, സ്ത്രീ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് വാക്കാലോ പ്രവൃത്തിയാലോ ഉണ്ടായ നിങ്ങളുടെ ഇണയുമായി പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങളെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞു പോകരുത്. ഇന്ന മിൻ ശിറാരി നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മൻസിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ദുഷിച്ച സ്ഥാനം, ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു വിഭാഗമുണ്ടവരാരാണ്? റജുൽ, ഒരാൾ, യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി, തന്റെ ഭാര്യയുമായി സ്വകാര്യതകൾ പങ്കിടുന്നു, അവൾ ഇങ്ങോട്ടും സ്വകാര്യതകൾ പങ്കിടുന്നു. സുമ്മ യൻശുറു സിർറഹാ, എന്നിട്ട് അവളുടെ സ്വകാര്യങ്ങളെ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന, പറയുന്നവൻ നാളെ പരലോകത്ത് ഏറ്റവും വൃത്തികെട്ടവന്മാരുടെ ലിസ്റ്റിലാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഫിൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തഹരീമു ഇഫ്ശാഇർ റജുൽ മാ യജ്രി ബൈനഹു വബൈന ഇംറഅതിഹി മിൻ നുമൂരിൽ ഇസ്തിംതാൾ, ഒരാൾ തന്റെ ഇണയുമായി പങ്കിട്ട സ്വകാര്യതയുടെ സുഖാസ്വാദനങ്ങളുടെ ഒരു കാര്യത്തെ സംബന്ധിച്ചും പുറത്തേക്ക് പറയാൻ പാടില്ല, ഹറാമാണ്. അതിന്റെ വിശദാംശങ്ങളിൽ ഒന്നുപോലും അതിനെ വിശദീകരിക്കാൻ പാടില്ല. വാക്കാലോ പ്രവൃത്തിയാലോ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കാര്യം അത്തരം ഘട്ടങ്ങളിലുള്ളത് എടുത്ത് പറയാൻ പോലും പാടില്ല. ആരെ? സ്വന്തം ഭാര്യയുമായി സ്വകാര്യതകൾ പങ്കിട്ടത് പുറത്ത് പറയാൻ പാടില്ല. പിന്നെ പുറത്തത് ചെയ്താലോ? എന്റെ ഭാര്യയല്ലേ എന്ന നിലക്ക് എനിക്ക് പരസ്യമായി മൈതാനിയിൽ വെച്ച് എന്റെ ഭാര്യയെ ചുംബിക്കാമോ? എന്റെ ഭാര്യയല്ലേ എന്ന് എനിക്ക് എന്തുമാവാമോ? ഞാൻ വിവാഹം കഴിച്ച പെണ്ണാണ്, ഞാൻ പരസ്യമായി പന്തലിൽ വെച്ച് വധുവിന്റെ രക്ഷാധികാരിയിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ എന്റെ പെണ്ണിനെ ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും ലൈംഗികമായ ചേഷ്ടകൾ നടത്താനും മൈതാനത്ത് വെച്ച് എന്റെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിട ആരാണോ ഇവിടെ എന്ന് ചോദിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? പാടില്ല. സ്വന്തം ഭാര്യയാണെങ്കിൽ വരെ അത് പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഭാര്യ നിന്റെ വീട്ടില്, പുറത്തല്ല, അത് നിന്റെ വീട്ടിലാ വേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അതുപോലും അറിയാത്ത ആളുകളാണ് ഇപ്പോ ചുംബിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് ഓടാൻ വേണ്ടി വെമ്പിക്കൊണ്ടിരിക്കുന്നത്. ഓടാണ്, പരസ്യമായ ചുംബനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ കേരളം. ഇവിടെ കേരളത്തിൽ പരസ്യമായ ചുംബനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് യുവാക്കൾ. എന്റെ ഒരു കോഫി ഹൌസിൽ വെച്ച് ഇത്തരത്തിലുള്ള ഏതൊക്കെ രതിലീലകളിൽ ഏർപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതിന് പ്രതിഷേധിക്കാൻ വേണ്ടി ആരൊക്കെയോ ഏതൊക്കെ രൂപത്തിൽ പ്രതികരിച്ചപ്പോ അതിനെ ഞങ്ങൾ പ്രതിഷേധിക്കും, ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു എതിർത്താ ഞങ്ങൾ ഒപ്പിക്കുന്നു. പരസ്യമായി ചെയ്യാൻ പോവാണ്. ഇനി ഒരാൾ വേശ്യാലയത്തിൽ പോയിട്ട് അതിനെ പ്രതികരിച്ചാൽ ഞങ്ങൾ നാളെ പരസ്യമായി ഇതിനൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു മൈതാനത്ത് എന്ന് പറഞ്ഞ് പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം വരില്ലെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? വരും, വരും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലാ തഖൂമു സ്സാഅ, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ യതസാഫദൂന ഫിത്തുറുഖി തസാഫുദൽ ഹമീർ, കഴുതകൾ ഇണചേരുന്നത് പോലെ പരസ്യമായി മൈതാനത്ത് വെച്ച് ഇണചേരുന്ന ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ഈ ഉമ്മത്ത് നശിക്കുകയില്ല ഏതുവരെ, ഹത്താ യഖൂമു റജുലു ഇലൽ മർഅ, ഒരാളൊരു പെണ്ണിനെയും പിടിച്ച് ഫയഫ്തരിശുഹാ ഫിത്തരീഖ്, വഴിയിൽ വെച്ച് പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാലം വരും. ഫയകൂനു ഖിയാറുഹും യൗമഇദിൻ, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരായിരിക്കുമെന്നോ, മൻ യഖൂലു, ഇപ്രകാരം പറയുന്നവനായിരിക്കും, ലൗ വറൈതഹാ വറാഅ ഹാദാ ഹായിഫ്, ഈ മതിലിന്റെ അപ്പുറത്തേക്ക്, ആ മറയിലേക്ക് ചേർന്ന് കിടക്കടാ, ഒന്ന് മറക്കപ്പുറത്തേക്ക് പോരെ നിങ്ങളുടെ ഈ ചേഷ്ടകൾ എന്ന് പറയുന്നവനായിരിക്കും അക്കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമനെന്ന് ഹനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടേക്കാ കാലഘട്ടം പോകുന്നത്, ഇവിടേക്കാണ് കാലഘട്ടം പോകുന്നത്. അതുകൊണ്ട് അതൊന്നും അത്ര കാര്യം